ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ്. ഇന്ന് ഓപ്ഷൻസിലല്ല ട്രേഡ് ചെയ്യുന്നത്, ഇക്വിറ്റി സ്റ്റോക്സിലാണ്. അപ്പോൾ ഇക്വിറ്റി സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് ടാറ്റ കെമിക്കൽസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് ഹോം വർക്കൊക്കെ ചെയ്ത് ചൂസ് ചെയ്തൊരു സ്റ്റോക്കാണ്. വലിയൊരു മൂവ്മെന്റ് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രാഡേ ട്രേഡ് ഞാനിവിടെ കൺസിഡർ ചെയ്യാം. അതിന് മുൻപ് നമുക്ക് സ്ട്രക്ചർ വൈസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോങ് ഹയർ ഹൈ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഹയർ ലോ ഫോർമേഷൻ വന്നിട്ടുണ്ട്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. ഇന്നും മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു പുൾ ബാക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു പുൾ ബാക്ക് റീട്രേസ്മെന്റ് എടുത്തിട്ട് മാർക്കറ്റ് വലിയൊരു അപ്സൈഡ് മൂവ്മെന്റ് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഓർഡർ ഇവിടെ കൊടുക്കാം. 800 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ നിയർലി ഒരു 1 lakh സംതിങ് ആയിട്ട് ആവശ്യമായിട്ട് വേണം. നമുക്ക് 5 ടൈംസ് ലിവറേജ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ട് ആയിട്ടുണ്ട് 800 ക്വാണ്ടിറ്റി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് ആൻഡ് നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട് ടാറ്റ കെമിക്കൽസ്. പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ നിയർലി ഒരു 5000 പ്ലസ് റണ്ണിലാണ്. അപ്പം എൻട്രി എടുത്ത റീസൺ നേരത്തെ പറഞ്ഞതിന് ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പ്രീവിയസ് ഡേ ഹൈ പോയിന്റ് ബ്രേക്ക്ഔട്ട് നടത്തി, PDH ബ്രേക്ക്ഔട്ട് നടത്തി അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പ്രീവിയസ് ഡേ ഹൈ പോയിന്റ് PDH. ദെൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഔട്ട് നടത്തി. ദെൻ ആ ഒരു റിട്രേസ്മെന്റ് വന്ന സമയത്താണ് റിട്രേസ്മെന്റ് പുൾ ബാക്ക് റീടെസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അവിടെയാണ് ഞാൻ എൻ്റെ ബൈ എൻട്രി എടുത്തിരിക്കുന്നത്. ബൈ എൻട്രി എടുത്ത സമയത്ത് എൻ്റെ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് ഏകദേശം ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെയായിട്ടാണ് എൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഇനി അത് താഴോട്ട് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്തിരുന്നതിന്. ഓക്കെ, ദെൻ പിന്നീട് മാർക്കറ്റ് ഞാൻ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സിംഗ് ഹൈൻ്റെ താഴെയാണ് മോഡിഫൈ ചെയ്തു എൻ്റെ സ്റ്റോപ്പ് ലോസ്. കാരണം നല്ലൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് താഴോട്ട് വരുവാണെങ്കിൽ ചെറിയ ലോസ് ബുക്ക് ചെയ്യും. ഓക്കെ, ഇനി അതുകൂടെ നമ്മൾ ഇക്വിറ്റി സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റോക്ക് ചൂസ് ചെയ്യുന്നോ ആ ഒരു സ്റ്റോക്കിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള മൂവ്മെന്റുകളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടാറ്റ കെമിക്കൽസിന്റെ പഴയ ചാർട്ടുകൾ നോക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ മാർക്കറ്റ് വളരെ വലിയ മൂവ്മെന്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്മെന്റുകളാണ് പലപ്പോഴും തരാറുള്ളത്. റീസെന്റ് ടാറ്റ കെമിക്കൽസിന്റെ മൂവ്മെന്റ് അങ്ങനെയാണ്. ഏകദേശം ഒരു 10% മൂവ്മെന്റ് അവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം 5% അപ്സൈഡ് മൂവ്മെന്റ്, അതും ഒരൊറ്റ സ്ട്രെച്ചിൽ നേരെ ഡയറക്റ്റ്ലി മൂവ്മെന്റ്. അപ്പോൾ പഴയ ചാർട്ടുകൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏത് സ്റ്റോക്ക് എടുത്താലും നിങ്ങൾ ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ കൺസിഡർ നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്താലും ആ ഒരു സ്റ്റോക്കിൻ്റെതായിട്ടുള്ള രീതികളും ക്യാരക്ടറും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡുകൾ ഹോൾഡ് ചെയ്യാനും എങ്ങനെയൊക്കെ മൂവ്മെന്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാകും. ഇപ്പം ഞാൻ റീസെന്റ് ഇപ്പം ഈ ഒരു എൻട്രി എടുത്തിട്ട് അത്യാവശ്യം പ്രോഫിറ്റിലാണ്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതും ഇതുപോലുള്ള ഒരു ഷാർപ്പ് അപ്സൈഡ് മൂവാണ്. കാരണം ഹിസ്റ്റോറിക്കലി അങ്ങനെ നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതുപോലുള്ള ഒരു മൂവ്മെന്റ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അതാണ് എൻ്റെ പ്ലാൻ, ഇനീഷ്യൽ പ്ലാൻ. അപ്പം അതുപോലെ ഞാൻ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പം ഇൻ കേസ് റിവേഴ്സിലേക്ക് ആണെങ്കിൽ എൻ്റെ വ്യൂ കംപ്ലീറ്റ്ലി റോങ് ആവും. ചെറിയ ലോസിൽ ഞാൻ ബുക്ക് ചെയ്യും. റൈറ്റ്, അതുകൂടാതെ ഇനി വീണ്ടും പുതിയ ഹയർ ഹൈ ഫോർമേഷൻ ആണ് വരുന്നതെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് വെക്കും, സേഫ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു പുൾ ബാക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ എന്താണ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും. ഞാൻ അത് അങ്ങനെ ഒരു മൂവ്മെന്റ് വരുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഒരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് ടാറ്റ കെമിക്കൽസ് തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിംഗ് ഹയർ ലോ. അപ്പം നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് ഡ്രാഗ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ കൊണ്ടുവെക്കാം. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് തിരിച്ചു വരുവാണെങ്കിലും ഞാൻ എൻ്റെ പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ലോ പ്രോഫിറ്റ് എനിക്ക് അവിടെ 3000 പ്ലസ് പ്രോഫിറ്റിൽ എനിക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ യാതൊരു റിഗറിന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. ഒന്നാമത്തെ ഇങ്ങനെയാണ് സ്റ്റോക്കിൽ ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു വലിയ പ്രോഫിറ്റ് ഉള്ള പ്രോഫിറ്റ് ആദ്യം ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും. അപ്പം ഞാനിവിടെ എൻ്റെ പ്രോഫിറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം, നോക്കാം എങ്ങനെയാണ് മൂവ്മെന്റ് എന്നുള്ളത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി എക്സ്പെക്ട് ചെയ്ത പോലുള്ള ഒരു നല്ലൊരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് ടാറ്റ കെമിക്കൽസ് തന്നിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഇനി നമുക്കൊരു റെസിസ്റ്റൻസ് ലെവൽ നമുക്കുള്ളത് തൊട്ട് മുകളിൽ
ലാസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഏരിയ ആണ്. അപ്പം ആ ഒരു ലെവൽ വരെ മേ ബി മാർക്കറ്റ് മൂവ് ചെയ്യാം. മേ ബി അതുകൂടി ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാം. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഹിസ്റ്റോറിക്കലി ചാർട്ടിലൊക്കെ നോക്കിയ സമയത്ത് ഇതുപോലുള്ളൊരു മൂവ്മെന്റ് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. റൈറ്റ്, ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് പ്രോഫിറ്റ്. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോക്കിൽ, ഇക്വിറ്റി സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പം ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവ്മെന്റ് ആണ്. ഓപ്ഷൻസിൽ നമുക്കറിയാം വളരെ ഹൈ സ്പൈക്ക് ആണ് ഓപ്ഷൻ പ്രീമിയം തരിക. പെട്ടെന്ന് ഒരു 60 രൂപയിലൊരു ട്രേഡ് നമ്മൾ എടുത്തെന്ന് വിചാരിച്ചു. 60 രൂപയുള്ള പ്രീമിയം നമ്മൾ എടുത്തു. നല്ലൊരു ബ്രേക്ക്ഔട്ട് നടത്തി. പെട്ടെന്ന് ഒരു സ്പൈക്കിൽ ചിലപ്പോൾ 60 രൂപ എന്നുള്ളത് 120 പോകും. പക്ഷെ ഒരു ചെറിയൊരു മൈനർ പുൾ ബാക്ക് സ്പോട്ട് പ്രൈസ് വരുന്ന സമയത്ത് നമ്മൾ പ്രീമിയം നോക്കുവാണെങ്കിൽ ചിലപ്പോൾ 120 പോയ ആ ഒരു പ്രീമിയം ചിലപ്പോൾ ഒരു 80 തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു നോർമൽ ട്രേഡറിനെ സംബന്ധിച്ചിട്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച്, ഈവൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇതുപോലുള്ള സഡൻ മൂവ്മെന്റ് വരുന്ന സമയത്ത് നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഒരു പുൾ ബാക്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ഹോൾഡ് ചെയ്യാൻ ടെൻഡൻസി ഇല്ല. അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലുള്ള മൂവ്മെന്റ് ആണ്, ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 1000 ക്വാണ്ടിറ്റി ഓപ്ഷൻ പ്രീമിയം 60 എടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 120 പോകുന്ന സമയത്ത് നമുക്ക് ഏകദേശം 60,000 പ്രോഫിറ്റ് കാണിക്കും നമ്മുടെ പൊസിഷനിൽ. പെട്ടെന്ന് തിരിച്ച് പുൾ ബാക്ക് വരുന്ന സമയത്ത് 60,000 പ്രോഫിറ്റ് ഉള്ളത് ഒറ്റയടിക്ക് കുറഞ്ഞ് 20,000-30,000 വരുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ ഒരു ഫീൽ വയ്യോ ഇത് മുൻപേ എക്സിറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളത്. കാരണം ആ രീതിയിലാണ് നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഇമോഷൻസ്. അപ്പോൾ നമ്മൾ 20,000 എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് എവിടെയാണ് ചെയ്യുന്നത് അത് തന്നെ തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് പോകും. 180 എന്നുള്ളത് വീണ്ടും ഒരു 120, 130 പോകും. അപ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കുന്നു. നെക്സ്റ്റ് അതേപോലെ ഒരു പുൾ ബാക്ക് വരുന്നു. ഒരു 40-50 പോയിന്റ് അതുപോലെ തിരിച്ച് പുൾ ബാക്ക് വരുന്നു. നമ്മൾ പേടിച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഇതാണ് ഓപ്ഷൻസിൽ നടക്കുന്നത്, എസ്പെഷ്യലി ഹൈ വോളാറ്റിലിറ്റി ദിവസങ്ങളിൽ. പക്ഷേ ഇക്വിറ്റിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ കൂളായിട്ട് വെയിറ്റ് ചെയ്യാം. റൈറ്റ്, ആ ഒരു രീതിയിലുള്ള ഓപ്ഷൻ പ്രീമിയം ഉണ്ടാകുന്ന മൂവ്മെന്റ് അല്ല ഇക്വിറ്റിയിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യും. ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇക്വിറ്റിയിൽ മാത്രമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ വരുന്ന ആൾക്കാർ ഡയറക്ട്ലി ഓപ്ഷൻസിലോട്ടാണ്. 10,000, 20,000 ക്യാപിറ്റൽ എടുക്കും, ഡയറക്ട്ലി ഓപ്ഷൻസിലോട്ട് ചെയ്യും. ആദ്യമൊക്കെ ചെറിയ പ്രോഫിറ്റ് എടുക്കും. ഒരു എക്സ്പയറി ഡേ വരുന്ന സമയത്ത് ഈ പറയുന്ന ഹൈ ഫ്ലക്ച്വേഷൻസ് ട്രേഡ് ചെയ്യും, ലോസ് ബുക്ക് ചെയ്യും, ക്യാപിറ്റൽ ബൈക്കോട്ട്. ഇതാണ് നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇക്വിറ്റിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും ഓപ്ഷൻസിന് ട്രേഡ് ചെയ്ത് ക്യാഷ് കളയേണ്ട ആവശ്യം. നിങ്ങൾ ആദ്യം ഇക്വിറ്റിയിൽ ചെയ്യുക, ഡിസിപ്ലിൻ കൊണ്ടുവരിക. ഡിസിപ്ലിൻ കൊണ്ടുവരിക, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രേഡുകൾ മാനേജ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് പിന്നീട് ഓപ്ഷൻസിലോട്ട് വന്നാൽ മതി. അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഈവൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കണം അല്ലെ, സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആളെ സംബന്ധിച്ചിട്ട് പ്രോഫിറ്റ് എടുക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അത് നിങ്ങൾക്ക് ഇക്വിറ്റി ആണെങ്കിലും ശരി, സിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ശരി, പൊസിഷണൽ ട്രേഡിംഗ് ആണെങ്കിലും ശരി, എന്ത് വേണമെങ്കിലും ഓക്കെയാണ്. എല്ലാവരും ഓപ്ഷൻസിൽ തന്നെ പ്രോഫിറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻസിൽ നോർമലി വരുന്ന, എസ്പെഷ്യലി ഓപ്ഷൻ ബൈയിലോട്ട് വരുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ക്വിക്ക് പ്രോഫിറ്റ് എടുക്കണം, ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് വലിയ പ്രോഫിറ്റ് എടുക്കണം എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളത്. ഇവൻ എനിക്കാണെങ്കിൽ അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു അഡ്വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പം ഞാൻ ഈ ഒരു ട്രേഡിന് യൂസ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ 1,10,000 രൂപ സംതിങ് ആണ്. 800 ക്വാണ്ടിറ്റി ബൈ ചെയ്യാം. നമുക്ക് 5 ടൈംസ് ലിവറേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 28,000 സംതിങ് റണ്ണിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ഇക്വിറ്റിയിലും പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് ഉള്ളത്. നിയർലി റെസിസ്റ്റൻസ് ലെവലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പൈക്ക് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ നിയർലി നല്ല പ്രോഫിറ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അധികം ഗ്രീഡി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ എന്താണ്, ഒന്നുകിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകാം. പക്ഷേ ഫോർ മീ ഇസ് ഇനഫ്. റൈറ്റ്, ഞാൻ ഇവിടുന്ന് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തും എന്താണ് ഇമോഷണലി ബുക്ക് ചെയ്യാതിരിക്കുക. ആൻഡ് ഗ്രീഡ് വരാം അല്ലെ, ചില ആൾക്കാർക്ക് ഗ്രീഡ് വരാം. അതിന് മുൻപേ ഇപ്പം എനിക്കൊരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ടാറ്റ കെമിക്കൽസ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് എനിക്ക് ഇവിടെ കിട്ടി. അത് ആ ഒരു മൂവ്മെന്റ് കിട്ടിയതിന് ശേഷമാണ് ഞാനിപ്പം എക്സിറ്റ് പ്ലാനിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് ഗ്രീഡോ അല്ലെങ്കിൽ ഇനിയും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താണ് വിചാരിച്ചത് എനിക്ക് അതവിടെ കിട്ടി. സോ ഞാനിവിടെ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിയർലി ഒരു 30K അടുത്ത്, 29,000 സംതിങ്. റൈറ്റ്, അപ്പം നല്ലൊരു ട്രേഡ് ആയിരുന്നു ഇത്. റൈറ്റ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ്, എസ്പെഷ്യലി സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഞാൻ ഇവിടെയാണ് എൻട്രി എടുത്തിരുന്നത്. ഫസ്റ്റ് പുൾ ബാക്കിൽ എക്സിറ്റ് നിയർലി വലിയൊരു മൂവ്മെന്റ് തന്നെ ക്യാപ്ചർ ചെയ്തു. ഓക്കെ.
ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.